എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി കാലമായിട്ട് വിചാരിക്കുകയാണ് ആറ്റിൽ പോയി കുളിക്കണമെന്ന്. അപ്പൊ ഇന്ന് നമുക്ക് അതിനൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇന്ന് എല്ലാവരുമായിട്ട് ആറ്റിൽ പോയി കുളിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. കാണാം നമുക്ക്. എന്റെ അണ്ണനെ താടി ശരിയായിട്ട് വന്നത് കുളിക്കാൻ വേണ്ടി പോണു. ഇവിടെ മുഖം നോക്കട്ടെ വിഷ്ണു. മലയാത്ര കഴിഞ്ഞിട്ട് താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് വന്നിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആണ്, പക്ഷെ മഴയും വരുന്നത് പോലെ ഉണ്ട്. ഇരുണ്ട് കിടപ്പുണ്ട്. നട്ടുച്ചയാണ്, 1:30 മണിയായി. നമ്മളിതാ ഇവിടെ കൂടെയാണ് പോകുന്നത്. നന്ദിമംഗലം അല്ലേ? നന്ദിമംഗലം. അതിന് തൊട്ടരികിലൊരു റിസോർട്ട് ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഏഡൻ ഫാൾസ്. കാടിന്റെ ഒരു ഫീൽ ഇല്ലേ ഇവിടെ എത്തിയപ്പോ? റബ്ബർ കാട് തന്നെ. അതൊരു കാടാണല്ലോ. കാടല്ല, കാടെന്ന് വെച്ചാൽ താനേ ഉണ്ടാവും. ഇത് വച്ച് വളർത്തുന്നു. ഇവിടുത്തെ റിസോർട്ടിലും ഞങ്ങൾ ഒരു ദിവസം വന്ന് നിന്നിട്ടുണ്ടല്ലേ? ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നവര് വേണമെങ്കിൽ നിങ്ങൾക്കും വരാം ഇങ്ങോട്ട്. ഇത് തൃപ്പരപ്പിലെ നന്ദിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏദൻ ഫാൾസ്. അത് ചാനൽക്കരയിലാണ് എന്റെ പൗർണമി എന്ന് പറയുന്നത്. ഇത്രയും റോഡ് മാത്രം തന്നെയാണ് കുറച്ച് പ്രയാസം. എന്റെ പൗർണമി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടില്ലേ, അവളുടെ വീട് തന്നെ ചാനലില്. അതായിരിക്കും അവിടെ ഒരു ബോർഡ് കാണുന്നത്. ആ ബോർഡാണ് ഏദൻ ഫാൾസ്. ഇതാണ് ഏദൻ ഫാൾസ്. നമ്മൾ ഇതുവഴി പോണം. നമ്മളിപ്പോ അതിന് ഉള്ളിൽ കയറുന്നില്ല. കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. വെള്ളം ഇല്ലല്ലേ? നമ്മുടെ മലയാളം, നീ തമിഴ്, എന്തടാ? ഇങ്ങോട്ട് നോക്ക് വിഷ്ണു. ധനു, വെള്ളം ഇല്ല ഈ പ്രാവശ്യം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നല്ല വെള്ളമായിരുന്നു. പൂജ ചെയ്ത പൂക്കളൊക്കെ ആറ്റിലൊഴുക്കാന്നുള്ള പ്ലാനിലാണ് അവർ രണ്ടും ആദ്യം വരാനിരുന്നത്. അതാണ് മെയിൻ ആയിരുന്നു. ശരി, അപ്പൊ എല്ലാവർക്കും ഒന്ന് കുളിക്കാം. വെറും പൂക്കൾ അല്ല, ഇങ്ങനെയായിട്ട് അവള് കുളിച്ചോട്ടെ. ധനു, നിന്റെ ഷർട്ട് മാത്രം മാറ്റിക്കോ. ഡേ, കെയർഫുൾ ആയിട്ട്. ഷർട്ട് മാറ്റിയിട്ട് കുളിയടാ, അല്ലെങ്കിൽ ഉരുവാൻ കഷ്ടമായിരിക്കും. അതിൽ പൈസ ഒന്നും വെച്ചിട്ടില്ലല്ലോ പോക്കറ്റില്. ഇപ്പൊ കടയിൽ പോയിട്ട് വന്നല്ലേ? ആ തുണികൾ അങ്ങനെ പോവല്ലേ വെള്ളത്തില്. പമ്പയില് പോയി ധനു, പമ്പയില് പോയപ്പോ അച്ഛൻ എന്ത് പറഞ്ഞ? അതുപോലെ കുളിച്ചാ മതിയാ.
எழுப்புண்டு விஷ்ணு இடுப்பு முடியாது നിങ്ങളെല്ലാരും കയറിയതിന് ശേഷം വേണം ഞാനൊന്ന് ഇറങ്ങാൻ. ഇവിടെ നല്ല ഒഴുക്കുണ്ട്, കുറച്ചാണെങ്കിലും വെള്ളം കുറച്ചാണെങ്കിലും, പക്ഷെ നല്ല വെള്ളമുള്ള സമയങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്ന. ഇവിടെ ഈ പടിയൊന്നും അപ്പോൾ കാണാൻ പറ്റില്ല. ഇതുവരെ അതാ ആ ബൈക്ക് നിൽക്കണില്ലേ, അതിൻ്റെ അടുത്ത് വരെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. സാധകം ചെയ്യുന്നല്ലേ. നമ്മൾ വന്നപ്പോൾ ഉണ്ട് വേറൊരാൾക്കാരും ഉണ്ട് ഫാമിലിയോടെ. കുളിക്കാനാണോ എന്ന് അറിയില്ല. അവരിപ്പോഴും വന്നിറങ്ങിയതാണ്. പാപ്പ കുളിക്ക പോറിയാ ഇല്ലയാ? ഒരു ഭംഗിയെന്നറിയാമോ? എനിക്കും കുളിക്കുന്നുണ്ട് ഈ മഴയത്ത്. നനയുന്നുണ്ട്, മഴ നനയുന്നുണ്ട്. ഈ ഫോണിനെ പതുക്കെ എടുത്ത് നനയാതെ നോക്കണം കേട്ടോ. അവിടെ ഒരു കൊക്ക് അങ്ങനെ ഇരിക്കുകയാണ്, കാണുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ. എവിടെ? ഓ ധനു, ആ നന്നായിട്ട് നീന്തിക്കോ. ആഹാ, ഇച്ചിരി മക്കള് നീന്താണ്. മഴ തുണികളെടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് പോണത്. ഇതാ മഴ പെയ്യുന്നുണ്ട്. ഇനി വീഡിയോ പിടിക്കാൻ പറ്റുമോന്ന് അറിയില്ല. പപ്പ മഴ അത് വീണ്ടും ഓടി. നല്ല മഴയാണ്, വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നില്ല. കുളിച്ചൊട്ടും മതിയായില്ല. പക്ഷേ മഴ, ഇടി, മിന്നൽ ഇതെല്ലാം ഒന്ന് കാണുമ്പോൾ പേടിയുണ്ട്. ചേട്ടനും വിളിച്ചുകൊണ്ടിരുന്നു വേഗം പോവാന്ന്. അങ്ങനെ നമ്മൾ അന്ന് കയറി. പിന്നെ ഒരു മനസ്സോടെ കയറി. നല്ല മിന്നലുണ്ട്. ഇപ്പോൾ വേറെ 2 പാർട്ടിക്കാർ വന്നിട്ടുണ്ട് കുളിക്കാനായിട്ട്. അവർ കുറച്ചങ്ങ് ദൂരെ തള്ളിപ്പോയിരിക്കുകയാണ്. അങ്ങനെ മഴയത്ത് നമ്മളെല്ലാവരും ഹാപ്പിയായി കുളിച്ചു. അല്ലേ വിഷ്ണു ഭയങ്കര ഹാപ്പിയാണ്. സ്കൂൾ അടയ്ക്കുമ്പോൾ അവൾക്ക് വെക്കേഷൻ സ്റ്റാർട്ടാകുമ്പോൾ അവൾക്ക് വരണം, ഡെയിലി വരണം, അവളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇതാ പുറകിലിരുന്ന് ധനു എന്തൊക്കെ കോഷ്ടികൾ കാണിക്കുകയാണ്.
നമ്മളങ്ങനെ വീട്ടിലെത്തി. ലെഫ്റ്റ് തിരിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങളെല്ലാവരുമായിട്ട് ഇന്ന് ആറ്റിൽ പോയി കുളിച്ചത്. ചേട്ടനും മോനും മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട് വന്ന് തിങ്സൊക്കെ എടുത്തതാ ഞങ്ങൾ രണ്ടുപേരും ആറ്റിൽ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കും മോക്കും കൂടെ ഒരു ഐഡിയ തോന്നി, ഞങ്ങളും കൂടെ പോയി കുളിക്കാം. എത്രയോ കാലമായി, കാലം എന്ന് വെച്ചാൽ അതെ വർഷങ്ങളായി ആറ്റിലൊക്കെ പോയി ഒന്ന് കുളിച്ചിട്ട്. ശരി വാ എന്നായി. അങ്ങനെ ഞങ്ങളും അവരോടൊപ്പം കൂടി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത് മൂന്നും ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്ര തന്നെയാണ്. വേറെ വിശേഷങ്ങളുമായി അടുത്ത് കാണും വരെ ബൈ ഫോർ നൗ.